എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ റെസ്റ്ററിംഗ് പവർ കണ്ട് വണ്ടർ അടിച്ച് നിൽക്കുകയാണ് നമ്മുടെ കുട്ടപ്പൻ. അതിന് കുട്ടപ്പൻ ഇതെന്റെ മാത്രം സീക്രട്ട് ജിപ്സു അല്ലേ എനിക്ക് ജിറയ്യ മാമൻ പറഞ്ഞു തന്നത്. ആ ഒരു ജിപ്സു എങ്ങനെ ഇപ്പൊ മാസ്റ്ററിന് പിടികിട്ടി? എനിക്കാണെങ്കില് റെസ്റ്ററിംഗ് പവർ ഉണ്ടാക്കണമെങ്കിൽ എന്റെ രണ്ട് കൈയും വേണം. പക്ഷെ മാസ്റ്ററിന് അതൊറ്റ കൈകൊണ്ട് പോലും കഴിയുന്നു. എനിക്ക് മാത്രമായിട്ട് യാതൊരു പവറും ഇല്ലാന്ന് പറഞ്ഞ് കുട്ടപ്പൻ തലകുനിക്കുമ്പോ കാക്കാഷി യാമുട്ടോട് പറയും, കുഴപ്പമില്ല, അവനെ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാം. അപ്പം നമ്മുടെ കുട്ടപ്പൻ എന്തൊക്കെയോ ചിന്തിച്ച് അവന്റെ ഒറ്റ കയ്യില് റെസ്റ്ററിംഗ് പവർ കൊണ്ടുവരാൻ പറ്റുമോന്ന് ഇപ്പൊ ശ്രമിച്ചു നോക്കും. പക്ഷെ കുട്ടപ്പനെ കൊണ്ട് അത് സാധിക്കില്ല. അതിന് കാക്കാഷി പറയും, നീ വിഷമിക്കേണ്ട ആവശ്യമില്ല, എല്ലാ ചക്ര പവറിലും റെസ്റ്ററിംഗിന്റെ ഓരോ സിംറ്റംസ് ഉണ്ട്. നീ ഇപ്പൊ ചെയ്യേണ്ടത് നിന്റെ ചക്ര പോയിന്റ് അത് ചേഞ്ച് ചെയ്ത് നിന്റെ റെസ്റ്ററിംഗിന്റെ പവർ അത് വേറെ ലെവലിലേക്ക് കൊണ്ടുവരണം. എല്ലാ ഷിനോബികളെ കൊണ്ടും അവരുടെ ചക്ര പവർ അത് മാറ്റാൻ കഴിയില്ല. നീ ഓൾറെഡി വിൻഡ് ചക്രയില് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നീ വിചാരിക്കുകയാണെങ്കിൽ ഈ ഒരു ചക്ര ചേഞ്ചും നിന്നെ കൊണ്ട് ചെയ്യാൻ കഴിയും. ഇത് സാധാരണ ചേഞ്ച് അല്ല, അൾട്ടിമേറ്റ് ചക്ര ചേഞ്ച് ആണ്. അപ്പൊ കുട്ടപ്പൻ, നിങ്ങൾ പറയുന്നത് അപ്പൊ ഓൾറെഡി ചക്ര ചേഞ്ച് ചെയ്യുന്നതില് ഞാനൊരു മാസ്റ്റർ ആണെന്നാണോ? കാക്കാഷി അതേന്ന് പറയുമ്പോ കുട്ടപ്പൻ ആവട്ടെ ഇപ്പൊ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും. യാഹൂ, ഞാൻ നെക്സ്റ്റ് ലെവൽ നിഞ്ച പ്രാക്ടീസ് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞ് അവൻ തുള്ളിച്ചാടും. കാക്കാഷി പറയും, റെസ്റ്ററിംഗ് പവറിന്റെ നേച്ചർ മാറ്റുക എന്നത് വളരെ ഡിഫിക്കൽട്ടാണ്. എന്നെ കൊണ്ട് നോർമൽ റെസ്റ്ററിംഗ് മാത്രമേ ക്രിയേറ്റ് ചെയ്യാൻ കഴിയൂ. അതിന്റെ എലമെന്റ് ചേഞ്ച് ചെയ്യാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. എന്നെ കൊണ്ടെന്നല്ല, എന്റെ മാസ്റ്ററിനെ കൊണ്ട് പോലും കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോ ഇപ്പൊ കുട്ടപ്പനാവട്ടെ അത് കേട്ട് ഷോക്കാവും. ഫോർത്ത് ഹൊക്കാഗയ്ക്ക് പോലും ഇത് ചേഞ്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഒരു പരിധി വരെ ഇതിൽ ഓൾട്ടറേഷൻ വരുത്തി. ഇത് കണ്ടുപിടിച്ചത് പോലും ഫോർത്ത് ഹൊക്കാഗയാണ്. മാത്രമല്ല, ഇതുപയോഗിച്ച് അളവിനും മേലെ പോയി ഫൈറ്റ് ഇടാൻ കഴിയും. ഇത് ആക്ച്വലി ഒരു എസ്ത്രാങ് ലെവൽ ഗെഞ്ചിപ്സു ആണെന്ന് ഇപ്പൊ യാമുട്ടോ സെൻസായി പറയും. അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രെയിനിങ് അത് എനിക്ക് തരാൻ കഴിയില്ല. നീ ഒറ്റയ്ക്ക് നിന്റെ പവർ വെച്ച് വേണം ഇത് കണ്ടുപിടിക്കാൻ. അതിനെല്ലാം ഉപരിയായിട്ട് ഈ ഒരു ജിപ്സു അത് ചെയ്യാൻ നിന്നെ കൊണ്ട് മാത്രമേ കഴിയൂ. അത് കേട്ട് കുട്ടപ്പൻ തരിച്ചു നിൽക്കുമ്പോ ഇപ്പൊ കാക്കാഷി യാമുട്ടോയും അവിടുന്ന് മുൻപോട്ട് നടക്കും. നീ എന്തൊക്കെ നുണകളാണ് ഇപ്പൊ കുട്ടപ്പനോട് പറഞ്ഞത്? നിനക്ക് വിശ്വാസമുണ്ടോ അവനെ കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുമെന്ന്? അതിന് കാക്കാഷി പറയും, എനിക്ക് 100% അവന്റെ മേലെ വിശ്വാസമുണ്ട്. കട്ട് ചെയ്താ ഇപ്പൊ ആസ്മ സെൻസൈഡ് ഇൻഫർമേഷൻ വരുമ്പോ അസിസ്റ്റന്റ് ചേച്ചി ആവട്ടെ അവള് പുറത്തിറങ്ങിയിട്ട് ആ ഒരു ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് ഇപ്പൊ ഹൊക്കാഗയുടെ അടുത്തേക്ക് വരും. അപ്പൊ അതേസമയം ഇവിടെ ഈനോയും കൂട്ടരും ആവട്ടെ അവര് കാട്ടിലൂടെ അങ്ങനെ അലഞ്ഞു നടക്കുകയാണ്. അപ്പൊ ചോച്ചിയുടെ ടീമിലുള്ള എല്ലാവരും ഇപ്പൊ മുകളിലൂടെ ഒരു പക്ഷി പറക്കുന്നത് കാണും. അപ്പൊ അവരുടെ ടീമിലുള്ള മറ്റൊരുത്തൻ ആ ഒരു പക്ഷിയെ വിസിലടിച്ച് അവരുടെ അടുത്തേക്ക് വിളിക്കും. ആ ഒരു പക്ഷിയുടെ കാലിലുണ്ടായിരുന്ന സ്ക്രോൾ എടുത്ത് അവര് വായിക്കും. അതിൽ അസുമ സെൻസായി ആ വില്ലന്മാര് അവർ രണ്ടുപേരും ചിറീക്കോയുടെ ബോഡി വിൽക്കാനായിട്ട് ഇപ്പൊ കളക്ഷൻ ഓഫീസിലേക്ക് പോയിരിക്കുകയാണ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പൊ വേറൊരുത്തൻ പറയും, ഇവിടെ അടുത്തും ഒരു കളക്ഷൻ ഓഫീസ് ഉണ്ട്. അത് കേൾക്കുമ്പോ ഈനോ ഷോക്കാവും. അപ്പൊ നമ്മളിപ്പോ അക്കാസ്കി മെമ്പേഴ്സുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോവാണോ? അതിന് ചോദിച്ചു പറയും, പേടിക്കേണ്ട ആവശ്യമില്ല, ആസുമ സെൻസായി നമുക്കെല്ലാം പഠിപ്പിച്ചു തന്നിട്ടില്ലേ? നമ്മൾ ആസുമ സെൻസായുടെ ശിഷ്യന്മാരാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് നമ്മൾ അടിച്ചു പൊളിക്കും. അപ്പൊ മറ്റൊരു സൈഡില് ഇപ്പൊ ആസുമയും ഷിക്കമരുവും അങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഷിക്കമരു ചോദിക്കും, ആസുമ സെൻസായി നിങ്ങൾക്കും ചിരിക്കോയ്ക്കും എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു ബോണ്ട് ഉണ്ടാവാൻ കാരണം? അതിന് അസുമ ചോദിക്കും, എന്തേ നീ ഇപ്പൊ അങ്ങനെ ചോദിക്കാൻ? അതിനാവും പറയും, ഇപ്പൊ 2 ദിവസമായിട്ട് മാസ്റ്റർ സിഗരറ്റ് വലിക്കുന്നത് ഞാൻ കാണുന്നില്ല. അത് കേട്ട് മാസ്റ്റർ ചിരിക്കും, നീ ഇത്രയ്ക്കും ഡീപ്പായിട്ട് എന്നെ ഒബ്സർവ് ചെയ്യുന്നുണ്ടോ? അപ്പൊ ഷിക്കമരു പറയും, തേർഡ് ഹൊക്കാഗ മരിക്കുമ്പോ പോലും മാസ്റ്റർ സിഗരറ്റ് വലിക്കാതിരുന്നിട്ടില്ല. പക്ഷെ ഇപ്പോ സിഗരറ്റ് കൈകൊണ്ട് തൊടുന്നത് പോലും ഞാൻ കണ്ടിട്ടില്ല. അതിന് മാസ്റ്റർ, അതെ, എനിക്ക് അവനെ ഒരുപാട് ഇഷ്ടമാണ്. ഞങ്ങൾ തമ്മില് ഒരു സ്പെഷ്യൽ ബോണ്ട് ഉണ്ട്. പക്ഷെ ഞാൻ സിഗരറ്റ് വലിക്കാത്തതിന് കാരണം അതല്ല. കാരണം എന്റെ ചിന്ത ഇപ്പൊ അക്കാസ്കി മെമ്പേഴ്സിനെ കുറിച്ചാണ്. അവരെവിടെ നിന്ന് വേണമെങ്കിലും ഇപ്പൊ നമ്മൾ അറ്റാക്ക് ചെയ്യാം. അതുകൊണ്ട് നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. പക്ഷെ യഥാർത്ഥത്തില് ആസുമ സിഗരറ്റ് വലിക്കാത്തതിന് കാരണം അതിന് കുറയണ മാസ്റ്ററാണ്. അസുമ കാഷ്വൽ ആയിട്ട് ഇപ്പൊ അവനോട് സംസാരിച്ച് അവർ വീണ്ടും മുൻപോട്ട് കുതിച്ചു പായും. കട്ട് ചെയ്ത കുട്ടപ്പൻ അവന്റെ ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്ത് ഇപ്പൊ ട്രെയിനിങ് എടുക്കാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. കാക്കാഷി മാസ്റ്റർ പറയും, നീ നിന്റെ ഫുൾ ചക്ര എടുത്ത് റെസ്റ്ററിംഗ് പവർ ക്രിയേറ്റ് ചെയ്യ്. അതിന്റെ മുകളിലേക്ക് പതിയെ വിൻഡ് ചക്ര പവർ അത് അപ്ലൈ ചെയ്യ്. അപ്പൊ തീർച്ചയായിട്ടും നിന്റെ റെസ്റ്ററിംഗ് പവറിന് അതിന് വ്യത്യാസം ഉണ്ടാവും. കുട്ടപ്പൻ ഉടനെ ഇപ്പൊ കാക്കാഷി പറഞ്ഞതുപോലെ ചെയ്യാൻ തുടങ്ങും. ഇവിടെ യാമുട്ടോ സെൻസായി ഇപ്പോഴും കുട്ടപ്പന്റെ 9 ടൈൽ ഫോക്സിന്റെ പവർ അത് കൺട്രോൾ ചെയ്ത് അങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ കുട്ടപ്പൻ
ഇപ്പൊ അവന്റെ ക്ലൗൺസിനോട് തന്നെ സംസാരിച്ച് ഞാനിത് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യും? കുഴപ്പമില്ല, നമുക്ക് റെഡിയാക്കാം. ആദ്യം നമുക്ക് ഇപ്പൊ റെസർഗൺ പവർ കൊണ്ടുവരാന്ന് പറഞ്ഞ് കുട്ടപ്പനും ക്ലൗൺസും ചേർന്ന് ഇപ്പൊ റെസർഗൺ പവർ കൊണ്ടുവരാണ്. കുട്ടപ്പനും ക്ലൗൺസുകളും ഇപ്പൊ മണിക്കൂറുകളോളം പ്രാക്ടീസ് ചെയ്തിട്ടും അവരെ കൊണ്ടൊന്നും നടക്കില്ല. കുട്ടപ്പന്റെ ഒരുപാട് ക്ലൗൺസുകള് ഇപ്പൊ ടയർഡായിട്ട് അങ്ങനെ വീണ് കിടക്കുകയാണ്. ഇവിടെ സാക്കുറ ആവട്ടെ ഇപ്പൊ സായോട് പറയും, ഞാൻ കുട്ടപ്പന് വേണ്ടിയാണ് ഈ ഫുഡ് പിൽസ് എല്ലാം കൊണ്ടുവന്നത്. അവൻ വാട്ടർഫോൾസ് ജിപ്സു അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ഒരുപാട് ടയർഡാണ്. അവൻ ഇപ്പൊ ഇത് കഴിക്കുകയാണെങ്കിൽ നല്ല മാറ്റം ഉണ്ടാവും പറയുമ്പോ അതിന് സായി പറയും, ഞാൻ പറയുന്നത് കേട്ട് നിനക്കൊന്നും തോന്നരുത്. നിന്റെ ഫുഡ് പില്ലിന്റെ ടേസ്റ്റ് അത് വളരെ മോശമാണ്. അതിന് സാക്കുറ പറയും, എന്റെ ഫുഡ് പില്ലോ എന്റെ ഫുഡ് പില്ലാണ് ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞ് അവളത് ചെറുതായിട്ടൊന്ന് ബൈറ്റ് ചെയ്യും. അത് കടിച്ച ഉടൻ തന്നെ അവൾക്ക് ഛർദ്ദിക്കാൻ വന്ന് അത് എറിഞ്ഞു കളഞ്ഞ് അവിടുന്ന് ഓടാൻ തുടങ്ങും. ഇത്രയും വൃത്തികെട്ടൊരു സാധനം എന്റെ ലൈഫിൽ ഞാൻ കഴിച്ചിട്ടില്ല. എന്റെ ഫുഡ് പില്ല് അത് ഇത്രയ്ക്ക് മോശമായിരുന്നു എന്ന് ചിന്തിച്ച് അവളിപ്പോ തല താഴ്ത്തിയിരിക്കും. ഇവിടെ വീണ് കിടക്കുന്ന കുട്ടപ്പന്മാര് അവരിപ്പോ പതിയെ എഴുന്നേക്കും. കാക്കാഷി പറയും, കുട്ടപ്പൻ ഒരുപാട് ട്രെയിനിങ് എടുത്തതുകൊണ്ട് അവനിപ്പോ നല്ല ടയേർഡാണ്. പക്ഷെ കുട്ടപ്പൻ വിടില്ല. അവൻ അവന്റെ എല്ലാ ക്ലൗൺസിനെയും ചേർത്ത് ഒരു സിംഗിൾ റെസർഗൺ പവർ ഉണ്ടാക്കി അതിലേക്ക് ഇപ്പൊ പതിയെ വിൻഡ് ചക്ര അതങ്ങനെ ആഡ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ പെട്ടെന്നൊരു സൗണ്ട് ഉണ്ടായി. റെസർഗൺ ടെക്നിക്കിന്റെ പവർ കൂടി കുട്ടപ്പന്മാരെല്ലാം തന്നെ ഇപ്പൊ അങ്ങനെ തന്നെ അടിച്ചു തീർക്കുകയാണ്. അത് കണ്ട് കാക്കാഷി പറയും, നിന്റെ രണ്ട് പവറും അത് ഒരേ രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ ചക്രയുടെ പവർ കൂടുമ്പോ നിനക്കതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയൂ. അത് കേട്ട് കുട്ടപ്പൻ ഇപ്പൊ ഉഷാറായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോ അതേസമയം വില്ലന്മാര് അപ്പൊ ഹീഡൻ ഇപ്പൊ കാഗസുവിനോട് ചോദിക്കും, ഇതിപ്പോ എവിടെയാ നമ്മൾ വന്നിരിക്കണേ? അപ്പൊ കാഗസു പറയും, കുഴപ്പമൊന്നുമില്ല, നീ എന്റെ കൂടെ വായോന്നും പറഞ്ഞ് അകത്തേക്ക് കയറി ചെല്ലും. അതൊരു ബാത്റൂം ആണ്. പക്ഷെ കാഗസു അതിന്റെ ഒരു ചുമരിൽ തട്ടുമ്പോ ഇപ്പൊ ഒരു ഡോർ ഓപ്പൺ ആയിട്ട് വരും. കാഗസു പറയും, ഇതാണ് കളക്ഷൻ ഓഫീസ്. കാഗസു ഇപ്പൊ ബോഡിയായിട്ട് ഇപ്പൊ അകത്തേക്ക് കയറും. അകത്തുള്ളവര് ഇപ്പൊ ബിങ്കോ ബുക്ക് തുറന്ന് അത് ചെക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ആ ഒരു ബുക്കില് ഇപ്പൊ ആസ്മയുടെ പേര് കാണും. അതിൽ അവന്റെ റേറ്റ് 35 മില്യൺ. അതിന്റെ തൊട്ടടുത്ത പേജില് ഇപ്പൊ ചെറുക്കയുടെ റേറ്റ് കാണിക്കും. അതിൽ 30 മില്യൺ ആണ് ഉണ്ടാവുക. അതിൽ 30 മില്യൺ എന്ന് ഇപ്പൊ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പൊ മീശക്കാരൻ ഉടനെ ഇപ്പൊ പണം എടുത്ത് കാഗസുവിന് കൊടുക്കും. അതിന് ഹീഡൻ പറയും, പണം കിട്ടിയില്ലേ, ഇനി നമുക്ക് ഇവിടുന്ന് പോകാം. അപ്പൊ അവൻ പറയും, ഈ പണം അത് മുഴുവൻ എണ്ണി നോക്കി 30 മില്യൺ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയിട്ടേ ഞാൻ വരൂ. എനിക്ക് ഈ സ്മെല്ല് അത് സഹിക്കാൻ വയ്യെന്ന് പറഞ്ഞ് ഇപ്പൊ ഹീഡൻ പുറത്തേക്ക് പോകും. ഇവിടെ ഈനോയും ടീമും ഇപ്പൊ ഒരു കളക്ഷൻ ഓഫീസിന്റെ തൊട്ടടുത്തെത്തും. അതേസമയം ആസുമാ സെൻസായും യാമുട്ടോയും അവരും മറ്റൊരു കളക്ഷൻ ഏജൻസിയുടെ അടുത്തേക്ക് വരും. കട്ട് ചെയ്താ ഇപ്പൊ ഹീഡൻ കാഗസുവെ വെയിറ്റ് ചെയ്ത് പുറത്തിരിക്കുകയാണ്. അതേസമയം ആ ഒരു മീശക്കാരൻ ഇപ്പൊ കാഗസുവിനോട് പറയും, നിന്റെ കൂടെയുള്ളവന് പണത്തിനോട് തീരെ ഇഷ്ടമല്ല. അവൻ വെറും അൺലക്കിയാണ്. അവനെ നിന്റെ കൂടെ കൊണ്ട് നടക്കരുത്. അതിന് കാഗസു പറയും, എനിക്ക് മാച്ചായിട്ട് അവനെ മാത്രമേ കിട്ടിയുള്ളൂ. എന്റെ കൂടെ ടീമായിട്ട് വർക്ക് ചെയ്ത ഒരുപാട് പേര് മരിച്ചുപോയി. പക്ഷെ ഇവൻ മാത്രം ഇപ്പൊ ഒരുപാട് കാലായിട്ട് എന്റെ കൂടെ പിടിച്ചു നിൽക്കുന്നുണ്ട്. കട്ട് ചെയ്താ ഇവിടെ കുട്ടപ്പൻ അവൻ റെസർഗൺ പവർ അത് കൂടുതൽ പവർഫുൾ ആക്കാണ്. അപ്പൊ പതിയെ പതിയെ ഇപ്പൊ കുട്ടപ്പന്റെ നയൻ ടൈലിന്റെ പവർ അത് പുറത്തേക്ക് വരാൻ തുടങ്ങും. അത് കണ്ട് കാക്കാഷി പേടിച്ചു വരച്ച് ഇപ്പൊ യാമുട്ടോ സെൻസായോട് പറയും, അവന് നയൻ ടൈലിന്റെ പവർ അത് പുറത്തു വന്നു, അവനെ കൺട്രോൾ ചെയ്. അത് കേൾക്കേണ്ട താമസം യാമുട്ട ആവട്ടെ ഇപ്പൊ കുട്ടപ്പനെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. യാമുട്ട അവന്റെ വുഡൻ ബ്രിക്സ് ഉപയോഗിച്ച് കുട്ടപ്പനെ അങ്ങനെ തന്നെ ഇപ്പൊ അടിച്ച് താഴെയിട്ട് അവന്റെ ചക്ര പവർ അത് അബ്സോർബ് ചെയ്യും. ഇപ്പൊ യാമുട്ട പറയും, എനിക്ക് തോന്നുന്നത് ഇത് ശരിയാവില്ല. കാരണം ഇപ്പൊ ഒരുപാട് തവണയായി നമ്മൾ ഇങ്ങനെ ചെയ്യുന്നു. ഇനി ഇത് കണ്ടിന്യൂ ചെയ്താ അവന്റെ ജീവന് പോലും ആപത്താണ്. അതിന് കാക്കാഷി പറയും, ഇപ്പൊ നമ്മുടെ മുൻപിൽ വേറെ വഴിയില്ല. അതുകൊണ്ട് വീണ്ടും നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പൊ കാട്ടില് ഇപ്പൊ ആസുമാ സെൻസായും ടീമും ഒരു പ്രത്യേക സ്ഥലത്ത് അങ്ങനെ മറഞ്ഞു നിൽക്കുകയാണ്. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇപ്പൊ ഹീഡൻ ആവട്ടെ അവൻ അങ്ങനെ കാത്തിരിക്കുമ്പോ കാഗസു അവന്റെ തൊട്ടടുത്തേക്ക് വരുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.